ദുഷ്ടനായ ഒട്ടും ദയയില്ലാത്ത മധുരയുടെ രാജാവായിരുന്നു കംസൻ. കംസന് ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരിയെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നു. ദേവകി എന്നാണ് കംസന്റെ സഹോദരിയുടെ പേര്. ദേവകിയും വസുദേവനുമായി വിവാഹം ഉറപ്പിക്കുന്നു. വിവാഹത്തിന് ശേഷം അവരെ യാത്ര അയക്കുന്നതിനിടയിൽ ആകാശത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. നിന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. അതിനുശേഷം മധുരയിലേക്ക് തന്നെ അവരെയും കൊണ്ട് തിരിച്ചുപോയി അവരെ കാരാഗൃഹത്തിലടയ്ക്കുന്നു. ദേവകി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ കുഞ്ഞിൻ്റെ അടുത്തെത്തി നിലത്തടിച്ചു കൊന്നുകളഞ്ഞു. ഇങ്ങനെ 5 കുഞ്ഞുങ്ങളെ തുടർച്ചയായി കൊല്ലുന്നു. 7ാമത്തെ കുഞ്ഞ് ജനിക്കുന്നു. ദേവകിയുടെ 7ാമത്തെ കുഞ്ഞ് മരണമടഞ്ഞു എന്ന് വിശ്വസിച്ചു. പകരം ബലരാമനായി കുഞ്ഞ് മറ്റൊരു സ്ത്രീയിൽ ജനിച്ചു. 8ാമത്തെ കുഞ്ഞിന് ദേവകി ഗർഭം ധരിച്ചു. ഗോകുലത്തിൽ നന്ദഗോപർക്ക് ജനിച്ച കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ജനിച്ച ആൺകുഞ്ഞിനെ മാറ്റിവെക്കാൻ സുദേവർക്ക് നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശപ്രകാരം കണ്ണനെയും കോരിയെടുത്ത് യമുനാ നദീ തീരത്തേക്ക് എത്തിച്ചേരുന്നു. ആ നദി 2ആയി പിളർന്ന് അദ്ദേഹത്തിന് നടക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നു. ആദിശേഷൻ അവർക്ക് തുണയായി കൂടെ നടക്കുന്നു. ഇതാണ് കണ്ണൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.